നമസ്കാരം. അംബാനിയുടെ മകന്റെ ആഡംബര വിവാഹവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത്തരത്തിലൊരു വീഡിയോ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, രാജ്യത്തെ VVIP മുഴുവൻ അംബാനിയുടെ ക്ഷണം സ്വീകരിച്ച വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ, അവരെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് താരങ്ങൾ എന്നാണ്. എന്നാൽ അത്തരത്തിലുള്ള ആളുകൾ പണത്തിനു വേണ്ടി പോയി കോപ്രായം കാണിക്കുന്നു. എണീറ്റ് നടക്കാൻ കഴിയാത്ത രജനീകാന്ത് പോയി നൃത്തം ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ചില കോപ്രായങ്ങൾ കണ്ടപ്പോൾ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തകർ, നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവരൊക്കെ ഈ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്നത് കണ്ടപ്പോൾ, എന്നാൽ അതേസമയം ഇവർ ചെയ്യുന്നതൊന്നും ശരിയല്ല, ഇതൊക്കെ കോമാളിത്തരമാണ് എന്ന് മനസ്സിലാക്കി ഈ ക്ഷണം നിരസിച്ച രാഹുലിന്റെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ പ്രതികരിച്ചു പോയതാണ്. എന്നാൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, പണത്തിനു വേണ്ടിയാണ് ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ പോയി അവിടെ ചിലതൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്ന് പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് മാധ്യമങ്ങളിൽ ചില വാർത്തകൾ കണ്ടപ്പോൾ വീണ്ടും ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ഷാറൂഖ് ഖാനും അതുപോലെ തന്നെ റേഞ്ച് കൂടിയ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് 200 കോടി രൂപയുടെ വാച്ചാണ് സമ്മാനമായി ആനന്ദ് അംബാനി കൊടുത്തത്. അതുപോലെ തന്നെ ഓരോരുത്തരുടെ റേഞ്ച് അനുസരിച്ച് എല്ലാവർക്കും സമ്മാനങ്ങളുണ്ട്. ഈ കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വല്ല സമ്മാനവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് അവർക്ക് നരേന്ദ്രമോദി നേരത്തെ പറഞ്ഞതുപോലെ ലോറിയിൽ തന്നെ അവരുടെ പാർട്ടി ഓഫീസുകളിലേക്ക് എത്തും. അല്ലെങ്കിൽ അവർക്ക് മറ്റ് സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അവിടേക്ക് അത് കൃത്യമായി എത്തിയിരിക്കും. എല്ലാ രാഷ്ട്രീയക്കാരും അംബാനിയുടെ പക്കൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചതിന്റെ, ഇനി വരും ദിവസങ്ങളിലും സ്വീകരിക്കാൻ പോകുന്നതിന്റെ ഒരു നന്ദി സൂചകമായിട്ടാണ് അവരും ഈ കോപ്രായങ്ങൾക്കൊക്കെ കൂട്ടുനിന്നത്. എന്നാൽ അവിടെ ഒരു മനുഷ്യൻ മാത്രം വ്യത്യസ്തമായി ചിന്തിച്ചു, വേറിട്ട ഒരു നിലപാട് സ്വീകരിച്ചു. അദ്ദേഹം എല്ലാവരും ആ VIP കല്യാണത്തിലെ ആഡംബര ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഡൽഹിയിലെ ഒരു സാധാരണ റെസ്റ്റോറന്റിൽ പോയി ഒരു പിസ്സ ഓർഡർ ചെയ്ത് അതിനുവേണ്ടി കാത്തിരിക്കുന്നു. തൊട്ടടുത്തിരിക്കുന്ന ആളുകളുമായി അദ്ദേഹം സംവദിക്കുന്നു, ചർച്ചയിൽ ഏർപ്പെടുന്നു. തീർച്ചയായും അദ്ദേഹത്തിന്റെ ആ വ്യത്യസ്ത നിലപാട് കണ്ടപ്പോൾ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഇന്ന് അംബാനിയെയും മക്കളെയും ഒക്കെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നിരവധി ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. എന്തായാലും അംബാനിയുടെ ആ നിലപാടിനോട് എതിർപ്പ് രേഖപ്പെടുത്തി തോമസ് ഐസക് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള ഈ ഒരു രീതി ശരിയല്ല. വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ അത് പരമാവധി ചെലവ് കുറച്ച് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. ഇങ്ങനെ ആളുകളെ വിളിച്ച് സ്വന്തം കയ്യിലുള്ള പണം മുടക്കി ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നതിനോട് എന്തായാലും യോജിക്കാൻ കഴിയില്ല. അവരുടെ പണമാണ്, അത് ചെലവഴിക്കുന്നതിന് നിയമപരമായി മറ്റു നടപടികളൊന്നും സ്വീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഇത് ശരിയല്ല എന്ന് പറയേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലുള്ള രീതികൾ അനുകരിക്കാൻ എല്ലാവരും തുടങ്ങിയാൽ ഇപ്പോൾ തന്നെ ഓരോരുത്തരും അവർക്ക് കഴിയുന്ന രീതിയിലല്ല വിവാഹങ്ങളും അതുപോലെ തന്നെ സൽക്കാരങ്ങളും ഒക്കെ നടത്തുന്നത്. എന്നാൽ ഈ ഒരു രീതി ഇനി അനുകരിക്കാൻ കൂടുതൽ ആളുകൾ എത്തിയാൽ കടം വർദ്ധിക്കും, വലിയ പരാജയം, വലിയ വലിയ മേഖലകളിലുള്ള ആളുകൾ ഇവിടെ അവരുടെ അന്തസ് ഉയർത്തിക്കാണിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ തുടങ്ങിയാൽ കടം വർദ്ധിച്ച് പലരും മൂലക്കിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുമെന്നാണ് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഈ വിവാഹത്തെ വിശേഷിപ്പിച്ചത് അശ്ലീല വിവാഹം എന്നാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പ്രശാന്ത് ഭൂഷണും ഈ വിവാഹത്തെ കുറിച്ച് പറഞ്ഞത് അശ്ലീല വിവാഹം എന്ന് തന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ അശ്ലീലം എന്ന രീതിയിൽ പലരും ഈ വിവാഹത്തെ വിശേഷിപ്പിച്ചപ്പോൾ സംഘപരിവാരങ്ങൾ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ കടിയിൽ വന്ന് വ്യാപകമായി വ്യക്തിപരമായി തന്നെ ഇവിടെ തോമസ് ഐസക്കിനെയും അതുപോലെ തന്നെ പ്രശാന്ത് ഭൂഷണെയും ഒക്കെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ചിലരൊക്കെ ചോദിക്കുന്നത് 5000 കോടി രൂപയുടെ വിരുന്നൊരുക്കി വയ്യാത്ത മകനു വേണ്ടി അംബാനി അത്തരത്തിൽ ചെയ്തതുകൊണ്ട് ഇവർക്കൊക്കെ എന്താണെന്നാണ്. യഥാർത്ഥത്തിൽ വയ്യാത്ത മകനു വേണ്ടി 5000 കോടി രാജ്യത്തെ സമ്പന്നർക്കും അതിസമ്പന്നർക്കുമാണ് വിതരണം ചെയ്തത്, പേര് കിട്ടുന്നതിന് വേണ്ടി, വാർത്തയാകുന്നതിന് വേണ്ടി. എന്നാൽ രാജ്യത്തെ ജനങ്ങൾ മൊത്തത്തിൽ ആ വാർത്തയെ പുച്ഛത്തോടു കൂടി തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സംഘപരിവാരങ്ങൾ മാത്രമാണ് പേരിന് ഇവിടെ വന്ന് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സിലും ഈ വിവാഹത്തോട് പുച്ഛം തന്നെയായിരിക്കും. കാരണം ചില രാഷ്ട്രീയമായിട്ടുള്ള നരേന്ദ്രമോദിയുടെ സ്വന്തം അംബാനിയുടെ സ്വന്തം പ്രധാനമന്ത്രി എന്നുള്ളത് കൊണ്ടായിരിക്കാം അവർ ഈ വിവാഹത്തെ അനുകൂലിക്കുന്നത്. അല്ലാതെ സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിനെ അനുകൂലിക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യം പട്ടിണി പാവങ്ങളുടെ രാജ്യമാണ്. ഒരുപാട് ആളുകൾ വലിയ കടക്കണിയിൽ നമ്മുടെ രാജ്യത്തുണ്ട്. സ്വന്തം മകന് വയ്യെങ്കിൽ
ഇവിടെ അത്തരത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് ഒരു നേരത്തെ വിശപ്പടക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ അംബാനി തീരുമാനിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആഡംബര വിവാഹത്തെ നമുക്ക് അംഗീകരിക്കാമായിരുന്നു. പക്ഷെ ഒരു സമയത്തും ഒരു ഘട്ടത്തിലും അത്തരത്തിലൊരു തീരുമാനം അംബാനി എടുത്തിട്ടില്ല. ഇനി എടുക്കുമോ എന്നറിയില്ല. ഇവിടെ സമ്പന്നർക്കും അതിസമ്പന്നർക്കും രാഷ്ട്രീയക്കാർക്കും ജനപ്രതിനിധികൾക്കും മുഖ്യമന്ത്രിമാർക്കും അതുപോലെ തന്നെ MP-മാർക്കും കേന്ദ്രമന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മാത്രമാണ് വിരുന്നൊരുക്കിയത്. ഏതെങ്കിലും ഒരു ചേരിയിൽ താമസിക്കുന്ന 10 ആൾക്കെങ്കിലും ഭക്ഷണം കൊടുത്തെങ്കിൽ ഇത് ഒരു നല്ല രീതിയിലുള്ള ഏർപ്പാടായിട്ട് നമുക്ക് പറയാമായിരുന്നു. എന്തായാലും അംബാനി വിചാരിച്ചാൽ ഇത്രമാത്രം വലിയ തുക ചെലവഴിച്ചൊരു വിവാഹം നടത്താനൊക്കെ ശേഷിയുള്ള വ്യക്തിയാണെങ്കിൽ ഒരു സംസ്ഥാനത്തെ മൊത്തത്തിൽ ചുരുങ്ങിയത് അദ്ദേഹത്തിന് ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാമായിരുന്നു. അത്തരത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ വയ്യാത്ത മകന് വേണ്ടി നല്ല പുണ്യപ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ നമുക്ക് പറയാമായിരുന്നു. അതൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ആർഭാടം, ഈ ഒരു ആഡംബരം എന്നുണ്ടെങ്കിൽ അതും നമുക്ക് കണ്ണടയ്ക്കാമായിരുന്നു. എന്നാൽ ഇതൊന്നും ചെയ്യാതെ തന്റെ അന്തസ് ഉയർത്തുന്നതിന് വേണ്ടി VVIP-കളെ മാത്രം ക്ഷണിച്ച് അവർക്ക് മാത്രം സമ്മാനങ്ങൾ കൊടുത്ത് അത്തരത്തിലൊരു വിവാഹ മാമാങ്കമാണ് അംബാനി സംഘടിപ്പിച്ചത്. എന്തായാലും ഈ ഒരു വിവാഹത്തോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. സംഘപരിവാരങ്ങൾ എന്തു വേണമെങ്കിലും പറയട്ടെ, അവർ ഏത് രീതിയിൽ വേണമെങ്കിലും ചിന്തിക്കട്ടെ. ഇവിടെ ഇതൊരു ധൂർത്താണ്, ആർഭാടമാണ്, ഇതൊരു അഹങ്കാരമാണ്. അഹങ്കാരം, വിവാഹത്തിന്റെ പേരിൽ ഒരു അഹങ്കാരമാണ് കാട്ടിക്കൂട്ടിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ അഭിപ്രായത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ ആർഭാടങ്ങളെ, ധൂർത്തുകളെ ഏവരും തള്ളിപ്പറയേണ്ടത് വളരെ അനിവാര്യമാണ്. ഇതുപോലെ ധൂർത്തുകൾ കാണിച്ചിരുന്ന വിജയ് മല്യയും അതുപോലെ തന്നെ നീരവ് മോദിയും ഒക്കെ ഇപ്പോൾ ഈ രാജ്യത്തില്ല. എന്തിന്റെ പേരിലാണ് അവർ രാജ്യം വിട്ടത്? എത്ര വലിയ തുകയാണ് അവർ ഇവിടെ നിന്നും തട്ടിയെടുത്തത്? അവരെയൊക്കെ സംരക്ഷിച്ചത് ആരാണ്? അവരെയൊക്കെ നാട് കടത്താൻ ഇവിടെ സഹായിച്ചത് ആരാണ് എന്ന കാര്യം കൂടെ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്.